സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകളും അതുപോലെ ഇന്ത്യ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യം തന്നെ മനോലോ മാർക്കസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നമുക്ക് നോക്കാം. എന്തായാലും മനോലോ മാർക്കസ് പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പോയിന്റ് ടേബിളിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് കയറാൻ ആ ഒരു സീസൺ ഭയങ്കര പാടായിരിക്കും, അത്ര മികച്ച ടീമൊന്നുമല്ല FC ഗോവയുടേന്ന്. പക്ഷേ അദ്ദേഹം പറയുന്നത് അന്നേരം എനിക്ക് തോന്നി ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കയറാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് പ്രശ്നമെന്ന് പറയുന്നത്, അതായത് ഇപ്പം എല്ലാ ടീമും ഭയങ്കര ടഫാണ്. സോ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കുറച്ച് പാടാണ് എന്ന് തന്നെയാണ് മനോലോ മാർക്കസ് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എല്ലാ ടീമുകളും, അതായത് ഹൈദരാബാദ്, ജംഷഡ്പൂർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ടീമുകളും, ഹൈദരാബാദിൻ്റെ വന്നിട്ടില്ല എന്നാലും ജംഷഡ്പൂർ എനിക്ക് അത്ര മികച്ച ടീമായിട്ട് തോന്നിയിട്ടില്ല. അവർ കപ്പ് കോമ്പറ്റീഷനുള്ള ടീമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ അവർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ വളരെ മികച്ച ടീമിനെയാണ് അണിനിരത്തിയിരിക്കുന്നത്. സോ എന്തായാലും ഒരു വലിയൊരു കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും പ്ലേ ഓഫിനും അതുപോലെ ഷീൽഡിനും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് യോഹൻബ മീറ്റയെ നിലനിർത്തിയിരിക്കുകയാണ്. 2027 വരെയുള്ളൊരു കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. സോ എന്തായാലും വളരെ മികച്ചൊരു തീരുമാനം എന്ന് തന്നെ പറയണം. എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറയുന്നത്. സോ ആ ഒരു ഫ്യൂച്ചറിലേക്ക് അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ ഉയർന്നെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു ACL ഇഞ്ചുറി ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിന് ശേഷം അതിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് കളിയിൽ ഡൗണായി പോയെന്നൊക്കെ പറയുന്നത് കേട്ടു. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കളി ഞാൻ പൂർണ്ണമായിട്ട് കാണാത്തതുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല. എങ്കിൽ പോലും അദ്ദേഹം നല്ലൊരു തിരിച്ചുവരവ് ഇനിയും നടത്തുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.